ഹലോ ധന്യസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമുക്കൊന്നൊരു ഫിഷ് കറിയാണ് കേട്ടോ, വെറൈറ്റി ഫിഷ് കറി ഉണ്ടാക്കുകയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 2 തക്കാളി, 1 സവാള, 5 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം, ഈ ഒരു രീതിയിൽ കേട്ടോ. ഇനി നമുക്ക് അയലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ വൃത്തിയാക്കി വരഞ്ഞെടുത്തതാണ് കേട്ടോ. നമ്മൾ ഈ മീൻ കട്ട് ചെയ്യാതെ ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗിയും കഴിക്കാൻ ടേസ്റ്റും. ഇനി ഇതിലേക്ക് ഞാനിവിടെ മുളക് പൊടിയാണ് കേട്ടോ, 1 സ്പൂണോളം മുളക് പൊടി, 1/2 സ്പൂണോളം ഉപ്പ്, പിന്നെ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് മസാല തേച്ച് വയ്ക്കാം. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യാൻ എങ്ങനെയാണോ മസാലയൊക്കെ തേച്ച് വയ്ക്കുക അതുപോലെ തന്നെ തേച്ച് വയ്ക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്നിങ്ങനെ നല്ലോണം പുരണ്ടിരിക്കുന്ന രീതിയിൽ ഇതുപോലെ പുരട്ടി വയ്ക്കണം. അപ്പോൾ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്, ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി, നന്നായിട്ട് മസാല പിടിച്ചിരിക്കണം. ഇനി ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളിയാണ് കേട്ടോ, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ മസാല തേച്ച കൈ ഉണ്ടല്ലോ, അതിൽ നമ്മുടെ കയ്യിലൊക്കെ നല്ലോണം മുളക് പൊടിയുടെ ആ മസാല ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളത്തിൽ കുതിർത്തി വെച്ച ഈ ഒരു പുളിയിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഈ കയ്യിൽ നമ്മുടെ ഈ മസാല കയ്യിലുള്ള മസാല ഒന്ന് ഇതിലാവുന്നത് വരെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനി ഇതാ ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിന് പാലെടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള പാൽ നമുക്ക് കിട്ടും. നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പാലെടുത്ത് മാറ്റി വയ്ക്കാം. ഞാൻ ഇനി ഇവിടെ ദോശത്തവയാണ് കേട്ടോ വെക്കുന്നത്. ദോശത്തവയിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച അയല ഉണ്ടല്ലോ, അയല മീനിന് പകരം ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഇതുപോലെ വറുത്തെടുക്കണം. ഒരുപാട് ഇങ്ങനെ കളർ മാറുന്ന രീതിയിൽ വറുത്തെടുക്കണ്ട. അപ്പോൾ ഇത് ഫ്രൈ പാനിൽ ഇട്ട് കൊടുക്കുന്നത് അധികം എണ്ണയില്ലാതെ വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ 2 സൈഡും ഒന്ന് വെന്ത് വരുമ്പോൾ ഇതുപോലെ മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇനി അതേ സ്റ്റവിലേക്ക് തന്നെ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. കടായിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, തക്കാളിക്കൂട്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരുന്നൊരു മണം, അതൊരു പ്രത്യേക ഒരു നല്ല മണവും നല്ല രുചിയൊക്കെയാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ ഒത്തിരി ഇങ്ങനെ വഴന്ന് കളറൊന്നും മാറി വരണ്ട, ഈ ഒരു രീതിയിൽ മതി. കണ്ടോ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നതിന് ഇതിലേക്ക് കുരുമുളക് പൊടിയാണ്, പെപ്പർ പൗഡർ ഞാൻ 1 സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വെറൈറ്റി കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. മുളക് പൊടി ഞാൻ ഏതാണ്ട് ഒരു 3/4 സ്പൂണോളം, 1 സ്പൂൺ വരെ ആവാം കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി 1/4 സ്പൂണോളം ചേർത്ത് കൊടുത്തു, അത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കറിവേപ്പില ഒരു പിടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ കുരുമുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കറിക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, അത്ര വലിയൊരു പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തു. നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളമാണ് കേട്ടോ. പുളിവെള്ളം നമ്മൾ ഇതിലേക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ പുളിവെള്ളം വാളൻപുളി ഇട്ട് കൊടുക്കുമ്പോൾ ഈ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കട്ടിയാണ് കേട്ടോ കറിക്ക്, നല്ല രുചിയുമാണ്, കുറച്ച് കട്ടിയിലിരിക്കും. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരണം, അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല കുറുകിയിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട് കണ്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുള്ളത്, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ നിന്നും ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. നമ്മളിതിൽ വാളൻപുളി ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം
ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഒന്ന് ചെറുതായിട്ട് തിള വരുന്നത് വരെ ഈ ഒരു രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. അതാ ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മീനിതാ വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഇതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ചിങ്ങനെ വായവട്ടമുള്ള പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഇത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമ്മളിതിനെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലധികം ഒന്നും ഇളക്കി കൊടുക്കരുത്. നമ്മൾ ഓൾറെഡി ഇത് വേവിച്ച് വെച്ചതാണ് ഈ ഒരു മീൻ. അപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ഈ ഒരു മസാല ഉണ്ടല്ലോ അതൊക്കെ മീനിൽ ഇങ്ങനെ കിട്ടാവുന്ന രീതിയിൽ ഇങ്ങനെ താഴ്ത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. അപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുക. ഇത് ഒന്നും കൂടെ ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകിയ കറിയായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. ചൂടാറിയ ശേഷം മാത്രം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഒരു അരമണിക്കൂറിന് ശേഷം കറിയൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. മീനൊക്കെ ഇതാ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ ഒക്കെ നന്നായിട്ട് കറിയിൽ പിടിച്ചിട്ടുണ്ട്. കണ്ടോ, കറി ഈ ഒരു രീതിയിലാണ് കുറുകിയിരിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയുള്ളൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് വിരുന്നുകാരൊക്കെ വീട്ടിലൊക്കെ പെട്ടെന്ന് വരും. മീനുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.